നമ്മളെല്ലാവരും നല്ല പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടല്ലേ ഉപയോഗിക്കാറുള്ളൂ. ഈ ഡിഷ് വാഷർ നമ്മൾ നല്ലോണം ഉപയോഗിക്കാറുണ്ട് അല്ലേ, ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, എന്നും ഉപയോഗിക്കാറുണ്ട് അല്ലേ, 3 നേരം ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ പ്രോപ്പറായിട്ട് അത് വൃത്തിക്ക് കഴുകണം. ഓക്കെ, അങ്ങനെ കഴുകിയില്ല, അതിൻ്റെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഭക്ഷണം അതിലെടുത്ത് കഴിക്കുമ്പോൾ അത് നമ്മുടെ അകത്ത് ചെല്ലും. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ വെറും ഒരു വയറ്റ് വേദന അല്ലെങ്കിൽ വയറ്റ് ഇളക്കം മുതൽ ക്യാൻസർ പോലും വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പം നിങ്ങൾ ഡിഷ് വാഷിങ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡിഷ് വാഷ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. അപ്പോൾ ആ കെമിക്കൽ നമ്മുടെ ശരീരത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റും ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്കൊക്കെ നല്ലോണം കഴുകുന്ന ആൾക്കാരാണ്. ഡിറ്റർജൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കഴുകി ഡിറ്റർജൻറ്റ് പോയി ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പ്ലെയിൻ വെള്ളത്തിലോ മണ്ണോ എങ്ങാനും ഇട്ട് നിങ്ങൾ നല്ലോണം കഴുകുക. ഓക്കെ, ഈ കാര്യം തീർച്ചയായിട്ടും മനസ്സിൽ വെച്ചേക്കുക. അടുത്ത പ്രാവശ്യം പാത്രം കഴിയുമ്പോൾ ഇത് ശ്രദ്ധിക്കുക.